ഹലോ, അപ്പം 3 ഇയേഴ്സ് വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പം അതൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മൈദയും കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഓരോരുത്തർക്കും ഒരളവുണ്ടല്ലോ. അപ്പോൾ ഞാൻ 4 മുട്ട ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 4 മുട്ട യൂസ് ചെയ്യുമ്പം അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേക്കിന്. അപ്പം എസൻസും വാനില എസൻസും ഷുഗറും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ ബീറ്ററും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച ഷുഗറും ചിലർ യൂസ് ചെയ്യും, ഇവിടെ പൊടിക്കാത്ത ഷുഗറാണ് യൂസ് ആക്കുന്നത്. അപ്പം ഇതേ ഒരു ബാറ്ററിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് നേരത്തെ നമ്മൾ അരിച്ച് വെച്ച മൈദ മിക്സ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ടയില്ലാണ്ട് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കേക്ക് ടിന്നിൽ ഇത് ഒഴിച്ച് കൊടുക്കുക. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട്. ഞാൻ ഓവനിലൊന്നും അല്ല ആക്കുന്നത്, ഇതേപോലത്തെ ഒരു ചെമ്പിലാട്ടോ ആക്കണത്. അപ്പം ഇതൊരു 35-30 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ഇതേപോലത്തെ ഒരു കേക്കാവും കേട്ടോ. ഞാൻ രാത്രിയിലാട്ടോ ഉണ്ടാക്കി വെച്ചത്, അപ്പോൾ രാവിലെ യൂസ് ആക്കാം. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഒരു കമ്മലായിരുന്നു. രാവിലെ എണീറ്റ് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കമത്തി പിടിക്കുമ്പം അത് നിലത്ത് വീഴാത്ത രീതിയിൽ കേക്ക് നമ്മൾ 3ആയിട്ട് ലെയർ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. അത് കുറച്ച് നേരം വെച്ചു കേട്ടോ. ഞാൻ ആ ടൈം കൊണ്ട് ഷർട്ട് ഒരു ഹാമ്പർ പോലെ ആക്കിയിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കേക്കും കൊണ്ട് ജസ്റ്റ് സെറ്റാക്കണം. അത് ഞാൻ കേക്ക് ലെയറാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നത് വെച്ചിട്ട് ഇങ്ങനെ നടുക്ക് ലെയറിൽ ഇതേപോലെ ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സ്, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് ജസ്റ്റ് പാളിച്ചൊക്കെ പറ്റുന്നുണ്ട്, എങ്കിലും ഓക്കെ. ക്രീമെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ റോസാപ്പൂ ആണ് ഉദ്ദേശിച്ചത്. ഇതേപോലെ റെഡ് കളറാക്കിയിട്ട് റോസാപ്പൂല വേറെ എന്തോ ആയിട്ടുണ്ട്. എന്തെങ്കിലും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സൈഡിൽ ഷുഗർ ബബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊരു ഡിസൈനായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്, എങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമല്ലേ. അപ്പം രാത്രിയിൽ കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമായി. ഗിഫ്റ്റ് കൊടുത്ത് ഞങ്ങൾ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ചെറിയ രീതിയിൽ ആഘോഷിച്ചു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.